കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നടന്ന സംഭവങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും നഗരവികസനം അട്ടിമറിക്കുവാനാണ് LDFും UDFിലെ ചില തൽപര കക്ഷികളും ബോധപൂർവം ശ്രമിക്കുന്നതെന്നും BJP പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമ്മത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അംഗൻവാടിയുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയം അതത് 2 വാർഡുകളിലെയും ജനപ്രതിനിധികൾക്ക് പരസ്പരം ചർച്ച ചെയ്ത് എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന ഒന്നാണ്. എന്നാൽ നഗരത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട നിരവധി പ്രധാന വിഷയങ്ങൾ നിലനിൽക്കെ ഇത്തരം നിസ്സാര കാര്യങ്ങൾ സങ്കീർണമാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാടിനോട് BJP യോജിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കായംകുളം നഗരസഭയിൽ നഗരത്തിന്റെ വിവിധ വിഷയങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ, നിസ്സാരമായ വിഷയങ്ങളെ അതിനെ സങ്കീർണമാക്കിക്കൊണ്ട് LDFും UDFും ഇന്ന് നഗരസഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിൽ BJP ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. BJP പാർലമെന്ററി പാർട്ടി ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കായംകുളത്ത് നിരവധി വിഷയങ്ങൾ ഇന്ന് കിടക്കുകയാണ്. കായംകുളത്തെ മാലിന്യ പ്രശ്നം അതീവ ഗുരുതരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് തെരുവ് വിളക്കുകൾ. കായംകുളത്ത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ കായംകുളം പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രി സമയം ഇരുട്ടിലാണ് ഇന്ന് കായംകുളം നഗരം കിടക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ നഗരസഭാ നേതൃത്വം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഗതാഗത കുരുക്ക്. കഴിഞ്ഞ ട്രാഫിക് അഡ്വൈസറി ബോർഡ് യോഗത്തിൽ കായംകുളം നഗരത്തിൻ്റെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിടുകയാണ്. ഇപ്പോഴും നമുക്കറിയാം, കായംകുളം ടൗണിലൂടെ ഒരു ഇരുചക്ര വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങും അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളും കായംകുളം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം, ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള തെരുവു വിളക്കുകൾ കത്തിക്കുന്നതിനുള്ള കോൺട്രാക്ട് പുതുക്കി നൽകാത്തത്, ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തത്, ഗതാഗത കുരുക്ക്, തെരുവുനായ ശല്യം, 2025-2026 വർഷത്തെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള മരാമത്ത് പ്രവൃത്തികൾ എന്നിവയൊന്നും കൗൺസിലിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. നഗരത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായ അറവുമാലിന്യ പ്രശ്നം, പൊതുശ്മശാനം, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയൊന്നും ചർച്ച ചെയ്യാതെ LDFും UDFും നാടകം കളിക്കുകയാണെന്നും മുനിസിപ്പൽ കൗൺസിലർ പുളിയറ വേണുഗോപാൽ ആരോപിച്ചു. കായംകുളം പട്ടണത്തിലെ ജനങ്ങള് 10 വർഷം സഹിച്ച ഒരു ഭരണത്തെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഭരണത്തെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ ചെയർമാന്റെ കസേരയിൽ ഒരു വനിത മാറി ഒരു പുരുഷൻ വന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ജനം ഇന്നതിനെ കാണുന്നുള്ളൂ. ഇന്നത്തെ ഈ വിഷയം തന്നെ ഒരു അങ്കണവാടി വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആ 2 കൗൺസിലർമാരും LDFിന്റെ കൗൺസിലർമാരാണ്. അവർക്ക് ചർച്ച ചെയ്തത് പരിഹരിച്ച് അവർക്ക് ഏത് രീതിയിലാണോ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം LDFിന്റെയും UDFിന്റെയും കുറെ കൗൺസിലർമാരും പൊതുപ്രവർത്തകരും പറയുന്നത് BJP UDFിന്റെ ലീഡർ അവർ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് കായംകുളം നടക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനകത്തൊന്നും BJPക്ക് വലിയ താല്പര്യമൊന്നുള്ള പാർട്ടിയല്ല കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം. കായംകുളത്തിന്റെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വികസനം ഉണ്ടാകണം, അവർക്ക് നേട്ടം ഉണ്ടാകണം, നന്മ ഉണ്ടാകണം എന്ന ആഗ്രഹം മാത്രമേ BJP സംബന്ധിച്ചിടത്തുള്ളൂ. UDF BJP ഡീലെന്ന ആരോപണം UDFിലെ ഗ്രൂപ്പ് കളിയുടെ ഭാഗം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള നടപടികളുമായാണ് നഗരസഭാ നേതൃത്വം മുന്നോട്ടു പോകുന്നതെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് BJP നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരായ കവിത രാജേഷ്, ഷീല പ്രസാദ്, അനിത S എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.